എത്ര നാളായി സ്മൂത്തൻ ചെയ്തിട്ട്? 2 months ഒക്കെ ആയിട്ടു. 2 months. ഇത് എപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം കാണാൻ തുടങ്ങിയേ? ആ ഒരു ഫസ്റ്റ് വാഷ് കഴിഞ്ഞ പാടെ തന്നെ ഇങ്ങനെയാ. എന്തൊക്കെയാ ഇയാൾക്ക് എന്തൊക്കെയാ ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നത്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടിയായിരുന്നു. ഹെയർ അല്ലല്ല, ഞാൻ വെറുതെ ചെയ്തതാണ്. അയച്ചാൽ കുറച്ചുകൂടി ഒരു ഷൈനിങ്, ഒന്ന് സ്ട്രെയിറ്റ് ലുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ സ്ട്രെയിറ്റനിങ് ചെയ്യലില്ലല്ലോ, അതുകൊണ്ട് സ്മൂത്തനിങ് ചെയ്തവര്. അപ്പോൾ അതിന് ശേഷം ഭയങ്കര ഫ്രീസി ആയിപ്പോയി. ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മുടിയായിരുന്നു. പിന്നെ ഈ ജട പിടിക്കുക, ഇതിപ്പം ശരിക്കും നമ്മള് എന്താ പറയാ, ജടാന്ന് തന്നെ പറയാം. അതേപോലെയാ പിടിക്കുന്നത്. ഇത് തൊട്ട് നോക്കി പക്ഷേ തീരും ഇങ്ങനെ ഇല്ലാത്തൊരു മുടിയായിരുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ മറ്റേ ഇത് വന്ന പോലെ തന്നെ. അത് ഡെയിലി കോംബ് ചെയ്യാറില്ലേ? ഡെയിലി കോംബ് ചെയ്യാറുണ്ട്, എന്നാലും ഇങ്ങനെ തന്നെ വരും. പിന്നെ ചെയ്യുമ്പോ ഊരിപ്പോരും. കോംബ് ചെയ്യുമ്പോൾ ഒരുപാട് മുടി പോവും, പൊട്ടിപ്പോവും. മരക്ക മുടി ഉണ്ടാവും അല്ലേ? ആ ഒരു സ്റ്റൈലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മുന്നേ എന്താ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്? നാനോപ്ലാസ്റ്റി ആയിരുന്നു. നാനോപ്ലാസ്റ്റി എത്ര നാള് ചെയ്തു? നാനോപ്ലാസ്റ്റി ഞാൻ 2 times ചെയ്തിട്ടുണ്ട്. ഒരു തവണ ചെയ്തു 1 year കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്തു. അത് കഴിഞ്ഞ് 1 year കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം. അത് കഴിഞ്ഞ് 1 year കഴിഞ്ഞിട്ടാണ് സ്മൂത്തനിങ് ചെയ്തത്. അപ്പം നാനോപ്ലാസ്റ്റിന്റെ ഒരു റീഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? 1 year ഇത്രയാണ് യൂഷ്വലി നമുക്കൊരു നോർമൽ ആൾക്കാർക്ക്. ഞാൻ കൺസൾട്ട് ചെയ്തിട്ടാണ് അവര് സ്മൂത്തനിങ്ങിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു, നാനോപ്ലാസ്റ്റി ചെയ്ത മുടിയായിട്ടോ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരുക ഈ ജട താഴെ ഭാഗത്ത്. പിന്നെ ഇയാളുടെ ഒപ്പം ശരിക്കും നാനോപ്ലാസ്റ്റി ചെയ്ത മുടി റീഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും മുടിയാണ് ഉണ്ടാവുക. അതിൻ്റെ താഴേക്കുള്ള മുടി എന്ന് പറയുന്നത് ഇത് അടിയിലേക്കുള്ള മുടിയിലാണ് മോളെ കൂടുതലും ഈ ജട വരുന്നത്. മേലത്തെ ലെയറിന് അത്ര വലിയ പ്രശ്നം വന്നിട്ടില്ല. ബ്രേക്കേജും അന്ന് മുതൽ തന്നെ ഉണ്ട്. അന്ന് മുതലേ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പിരിഞ്ഞു വരുന്ന പോലെ കൂട്ടം കൂട്ടാക്കിയിട്ട് അങ്ങനെ തന്നെയാ പിടിക്കുന്നത്. സാധാരണ മുടി പോലെയല്ല. എന്റെ തീരും കുറച്ചു പോലും അങ്ങനെ പിടിക്കാത്തൊരു ഹെയർ ആയിരുന്നു. എന്താ വെച്ചാൽ ഹെയർ ഭയങ്കര ഡ്രൈ തൊടുന്ന സമയത്ത് തന്നെ ഭയങ്കര ഡ്രൈ ചെയ്ത് നമ്മൾ കോമ്പ് വെച്ചൊറ്റടിക്ക് കോമ്പ് ചെയ്താല് അത്രയും ഇത് കണ്ടോ ഒരു തരം. അതാണ് ഞാൻ കോമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മുടി പോകുന്നുണ്ട്, പൊട്ടി പോരും. പിന്നെ ഈ സ്മൂത്തനിങ് ലുക്ക് അല്ലാതെ അടിയിലേക്കൊക്കെ ഒരു ക്രീം ചെയ്ത ഫീൽ. ഇതാണ് പറയാൻ കാരണം. നാനോപ്ലാസ്റ്റിയ, പൊട്ടോക്സ്, ബയോട്ടിൻ, ഈ പറഞ്ഞ സംഭവം, കരാറ്റിൻ, ഇതൊക്കെ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ആണ്. ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഏതെടുത്താലും ആ മുടിയിൽ പിന്നെ സ്മൂത്തനിങ് ചെയ്യാൻ പാടില്ല. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തതാണ്. എന്തോ ബൈ മിസ്റ്റേക്ക് പറ്റിയായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും ഇത് കാരണം നമ്മളിപ്പോൾ എത്ര വാഷ് ഔട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ചെയ്ത മുടിയിലേക്ക് പിന്നെ നമ്മൾ സ്മൂത്തനിങ്ങിനെ ക്രീം അപ്ലൈ ചെയ്ത് ആ മുടിയിൽ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തതുകൊണ്ടാണ് ഇയാൾക്ക് ആ ഒരു ക്രിമ്പ് ചെയ്ത എഫക്റ്റ് മുടിയിലേക്ക് വന്നത്. ഇങ്ങനെ ചെയ്ത മുടിയിലേക്ക് നമ്മൾ പിന്നെ പ്രോട്ടീൻ ഏത് വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ സ്മൂത്തനിങ്ങിലേക്ക് പോകരുത്. അല്ലെങ്കിൽ സ്മൂത്തനിങ്ങിലേക്ക് പോണേ അത്രയും കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ലുക്ക് കിട്ടാനുള്ള രീതിയിലായിരുന്നു സ്മൂത്തനിങ് ചെയ്തത്. അതെന്ത് പിന്നെ നാനോപ്ലാസ്റ്റിയിലേക്ക് തന്നെ പോകേണ്ടിരുന്നു? അതിലൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സ്ട്രെയിറ്റും ഇല്ല ഇതുമില്ല, നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട്. ഇത് ഈ പ്രോട്ടീൻ ചെയ്ത മുടിയിലകത്തേക്ക് നമ്മൾ സ്മൂത്തനിങ്ങിനെ കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ ഉണ്ട് സ്ട്രോങ്ങും നോർമലും ഒക്കെ ഉണ്ട്. അത് സ്ട്രോങ് ആണ് അപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിലാണ് ഇത് ഭയങ്കരമായിട്ട് ഡാമേജ് ആവുക. അതെല്ലാം നമ്മൾ കുറച്ച് സ്ട്രോങ് കുറഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഇത് വരില്ല. ഇതെനിക്ക് തോന്നുന്നു ചിലപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. നല്ല കേളി ആയിട്ടുള്ള മുടിക്കാർക്ക് ഉപയോഗിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അതായിരിക്കും. അത്യാവശ്യം സ്ട്രെയിറ്റ് എടുത്തപ്പോൾ മാറിപ്പോവും, എന്തോ ചെയ്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ. നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോട്ടിൻ അങ്ങനെ ചെയ്യാം. ബൊട്ടോക്സ് കൊണ്ട് ഇതിൽ വലിയ കാര്യം വരില്ല. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബയോട്ടിനാണ്. ബയോട്ടിന് നമുക്ക് എത്രത്തോളം എന്നുള്ള മറ്റേതിൻ്റെ അത്ര തന്നെ ഹെയർ സ്ട്രെങ്ത് ആയി. ഇപ്പോൾ സാൻഡലോൺ ആണെങ്കിലും നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഇത് വരുമൊന്നുമില്ല. ഐ മീൻ ഹെയറിൻ്റെ ടെക്സ്ചറിൽ മാറ്റമൊന്നും വരില്ല. ഹെയറിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹെയർ തൊടുമ്പോഴേക്ക് പൊടിയാണ് മുടി, അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ചെയ്യുന്നത്. പക്ഷേ അത് പൊടിഞ്ഞു പോയതിൻ്റെ വോളിയം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം നല്ലപോലെ ആ ഒരു
ബ്രേക്കേജ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും കുഞ്ഞായിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് അത്രയും ഹെയർ പൊട്ടിപ്പോയിരിക്കണത്. ആ ജട വന്നതും ആ ഒരു ഏരിയയിലാണ്. മേലെയും കുഴപ്പമില്ല, എൻഡിലും കുഴപ്പമില്ല, രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് മാക്സിമം ഇൻഷാല്ല നമുക്കൊരു 80% വരെ. ഇത് ഷാമ്പു MKൻ്റെ തന്നെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഷാമ്പു ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് വലിയ ബോട്ടിലായതുകൊണ്ട് കുറച്ച് ലാസ്റ്റ് ചെയ്യും നമുക്ക്. പിന്നെ മാസ്ക് ഇട്ടിട്ട് സ്ഥിരമായിട്ട് വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. പക്ഷേ അത് മാസ്ക് ഇട്ടിട്ട് ഒരു 10 to 15 minutes ഹെയറിൽ വെക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പം മാക്സിമം ഹെയറിന് ആ ഒരു സോഫ്റ്റ് ആയി വരും ഹെയർ. നിൽക്കും എന്താ വെച്ചാൽ പകുതി ഇയാളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട്. ഞാൻ സ്വർഗത്ത് പോയ മാതിരി ഉണ്ടോ പുകൻ്റെ നടുവിൽ. ഇതിപ്പോൾ നമ്മൾ ക്രീം അപ്ലിക്കേഷൻ കഴിഞ്ഞ് അയൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു മുടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൽ ആ ഒരു സ്പൈറൽ ലുക്ക് ഫീല് ഇപ്പോഴും ഉണ്ട്. അത് മുടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ട് വേണം ഇതിൻ്റെ ആ ഒരു ഫീല് മാറ്റിയെടുക്കാൻ. എന്നാലും ഇത് 100% പഴയ പോലെ ആവുമൊന്നുമില്ല. കാരണം അത്രയും ആക്ച്വലി ഞാൻ പറഞ്ഞില്ല ഇതിന് വേണ്ടിയിരുന്ന ട്രീറ്റ്മെൻറ്റ് വേറെയായിരുന്നു. പക്ഷേ ഇയാൾക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ആൾക്ക് നാളെ മറ്റന്നാളോ ട്രാവൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോയത്. ആക്ച്വലി ഹെയർ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ വീക്കിലി വൺസ് ആയിട്ട് അങ്ങനെ സ്ട്രെങ്തനിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ബയോട്ടിലേക്ക് പോകാൻ. ഇത് അങ്ങനെ ഒരു സമയത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് ചാടിയതാണ്. പക്ഷെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച്, അതുകൊണ്ടാണ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഇതിട്ടിട്ട് ഒന്ന് ഒരു പ്രിക്കോഷൻ എടുത്തത്. ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഹെയർ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല, ഇയാൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട്. സിറം അത് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ പോരെ? സിറം അല്ലെങ്കിൽ സ്കാൽപ്പിൽ വേണമെങ്കിലും ആ സിറം ആഫ്റ്റർ ബാത്തോ അല്ലാത്ത സമയത്തോ നമുക്ക് ഫിംഗർ ടിപ്സിലാക്കി സ്കാൽപ്പിലോ അപ്ലൈ ചെയ്യാം. ഇനി സ്കാൽപ്പിന് ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വിൻ്ററിൽ ക്ലൈമറ്റിൽ ചില ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഷാമ്പു വാഷ് ചെയ്തിട്ട് ആഫ്റ്റർ ബാത്ത് അത് പിന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയണ്ട. യൂഷ്വലി നമ്മൾ ഓയിൽ ഇട്ടാൽ വാഷ് ചെയ്ത് കളയൂലേ, ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ബയോട്ടിൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. കണ്ടില്ലേ ഹെയർ കണ്ടില്ലേ, എന്ത് വന്ന് ഹാപ്പി. നല്ല ടെൻഷനിലായിരുന്നു ഞാൻ വന്നത്, വല്ലതും നടക്കുമെന്നുള്ളത്. കാരണം ഇതല്ലാതെ ഇപ്പം നമുക്കൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ എന്നാലും ഒരു പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 monthsലാണെങ്കിലും മന്ത്ലി വൺസ് എങ്കിലും വന്നിട്ട് മറ്റേ ഞാൻ പറഞ്ഞ ഹെയർ സ്ട്രെങ്തനിങ്ങിൻ്റെ അത് ചെയ്യണം കേട്ടോ. കാരണം ഹെയർ ഭയങ്കര തിന്നായി പോയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തിന്നായി പോയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെ പൊട്ടുമല്ല. പക്ഷെ ഇയാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടുന്ന് പൊട്ടിയത് നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാം. ഹെയർ അതുപോലെ പൊട്ടിക്കിടക്കുക. ഈ പൊട്ടൽ ബാക്കിയുള്ള ഹെയറിന്, ഇനി പൊട്ടൽ കുറേ കൺട്രോൾ ആവും, പക്ഷെ ബാക്കിയുള്ള ഹെയറിനെയും കൂടെ ഇനിയുള്ള ഹെയറിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ ഞാൻ, അതും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയർ നന്നായിട്ട് വരും. പക്ഷെ ഇനി അങ്ങനെ ജട പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ ജട പിടിക്കാൻ തോന്നുന്നില്ല. ഹെയർ തൊട്ട് നോക്കിയില്ലേ, പഴയത്തെ ഹെയറും ഇതും തമ്മിൽ. ഇതിപ്പോൾ നമ്മൾ ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്തിട്ടുള്ളൂ, ബ്ലോ ഡ്രൈ അല്ല, ജസ്റ്റ് ഉണക്കിയിട്ട് മാത്രമേ ഉള്ളൂ, നേരതാക്കിയതല്ല. പക്ഷേ ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു 100% പ്രതീക്ഷിക്കരുത് എന്ന്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 80 നമുക്ക് റിസൾട്ട് വന്നിക്കുന്നു. എനിക്ക് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ, സലൂണിൻ്റെ നമ്പറിൻ്റെ അകത്തൊക്കെ എന്താണെന്നുള്ളത്. കാരണം ഇത്രയും വേഴ്സായിട്ടുള്ളൊരു ഹെയർ നമ്മളെ കയ്യിൽ വേറെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ജട പിടിച്ച അവസ്ഥയിൽ വരുന്നത്, അപ്പം ഇതെന്താണെന്നുള്ളത് ചെയ്ത് നോക്കാം. യൂഷ്വലി മറ്റേ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാത്തത്. ഇയാൾക്കത് സമയമില്ല എന്നുള്ളതുകൊണ്ടാണ് ഡയറക്റ്റും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് ചെയ്യാപ്പോൾ ചെയ്തത്. ഇതിൽ തന്നെ അങ്ങനെ, കാരണം ഹെയർ തൊടുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നേരത്തെ ആ സ്പൈറൽ ലുക്ക് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എങ്ങനെ നമ്മളെ കിട്ടി? ഇൻസ്റ്റഗ്രാം. ഞാൻ ഇത് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റയിൽ അല്ല ഞാൻ തന്നെ കണ്ടിച്ച അങ്ങനെ കണ്ടതാ. ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? ഇവിടെ ഫസ്റ്റ് ടൈമാ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം താങ്ക് യു. ഓക്കെ, താങ്ക് യു തിരിച്ചു.